അല്ലേലും മുമ്പല്ലേ ഓലക്കെട്ട് കേസുമായിട്ട് വരുന്ന എനിക്ക് ഉറപ്പായിരുന്നു. എന്തോരം പെണ്ണുങ്ങളാണ് നിന്റെ പുറകെ കിടന്ന്, എന്നിട്ട് അവരോടൊന്നും തോന്നാത്താണ് ഈ കാണുമല്ലത്തെ പെണ്ണോട് തോന്നുന്നത്. എന്ത് കോമഡിയാണിത്. ഇതേ കല്യാണം നീട്ടി വെക്കാനുള്ള ഇവന്റെ അടവാണെന്ന് എനിക്ക് സംശയമുണ്ട്. ആയതിനാൽ ലല്ലു, ഈ പെൺകുട്ടി വല്ലവന്റെ കൂടെ പ്രേമിച്ചൊളിച്ചോടിയിട്ട് കാണാണ്ടായത് ആണെങ്കിലോ, അല്ലെങ്കിൽ ഓൾറെഡി കല്യാണം കഴിച്ചതാണെങ്കിലോ, എല്ലാം പോട്ടെ, അവളെ കണ്ടെത്തിന്ന് തന്നെ ഇരിക്കട്ടെ. അവക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അങ്ങനെ ഇഷ്ടപ്പെടാതെ ഇരിക്കൂല. എന്തേ? ഹേറ്റേഴ്സ് ഇല്ലാത്ത ചെക്കനാണേ. ഓ എടാ ഇത് വിട്ടുകളയടാ, നമുക്ക് വേറെ വല്ലതും നോക്കാലോ. നിങ്ങൾക്ക് എന്താണ് വിചാരിച്ചേക്കണേ? ഇത്രയും നാളായിട്ട് നിങ്ങളോട് ഏതെങ്കിലും പെണ്ണിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്? നിങ്ങളെ പോലെ തന്നെ എനിക്ക് പറഞ്ഞോട് ഇതിനോട് മാത്രം എന്താണ് ഇങ്ങനെ? എനിക്ക് ആ കൊച്ചിനൊന്ന് കണ്ടാൽ മതി. പ്രേമിക്കേ കല്യാണം കഴിക്കേ അതൊക്കെ പിന്നുള്ള കാര്യമില്ല. എനിക്ക് അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം. അതിന് നിങ്ങൾക്ക് എന്നോടൊന്ന് നിൽക്കാൻ പറ്റൂ? അയ്യോ സത്യം ചെയ്യാൻ പറയണ്ട്. അതൊരു ആംബുലൻസ് അല്ലേ? ആഹാ, ശുഭലക്ഷണം. ലക്ഷണം കണ്ടിട്ട് നമുക്ക് 4 പേർക്ക് അതിലിങ്ങനെ സഞ്ചരിക്കാനുള്ള യോഗം ഉണ്ടെന്ന് തോന്നുന്നു. എങ്കിൽ പിന്നെ ഒട്ടും പേടിക്കണ്ട, ഇപ്പോൾ തന്നെ ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ യജ്ഞം നമ്മൾ ആരംഭിക്കുകയാണ്. അതെ, ഒന്ന് നിന്നേ. ഈ 5 ഡേകൾക്കിടയിൽ സാർമാർ മറന്നുപോയൊരു കാര്യമുണ്ടായിരുന്നു. നമ്മളിവിടെ പെയിന്റ് പണിക്ക് വന്നാണ്. അത് തീർത്തിട്ട് മതി യജ്ഞം പുഞ്ഞോക്ക. ഞാനൊന്നുമില്ല. പിന്നെ പാഞ്ചിക്കുട്ടാ, ഇത് സംഗതി സീരിയസ് ആണ് ട്ടാ. ഇനി ഇവന്റെ വായിലിരിക്കണത് കേൾക്കണം. എന്താടാ പാപ്പി, എന്താടാ? വലിയ ജോലിയും ഉയർന്ന ശമ്പളവും ഒക്കെ ആയപ്പോൾ ജീവിതത്തിലെല്ലാം നേടിയെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അതെല്ലാം നിലനിർത്താൻ വേണ്ടി അനുഭവിക്കേണ്ടി വന്ന പ്രഷർ എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവിടുത്തെ ജങ്ക് ഫുഡ്സ്, ഉറങ്ങാതെയുള്ള ജോലി, ബോസിൻ്റെ ഡെയിലിയുള്ള ഹറാസിങ്, പിന്നെ കല്യാണത്തിൻ്റെ പേര് പറഞ്ഞ് ടാനയുടെ ഫുൾ ടൈമുള്ള ടോർച്ചറിങ്, എല്ലാം കൊണ്ട് ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അന്ന് ലല്ലു തന്ന വിസിലില്ലായിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞാലടാ എൻ്റെ കൂടെ പെയിന്റ് പണിക്ക് വരാൻ. എടാ, എനിക്ക് ഇങ്ങനത്തെ ഫാമിലീസും കണ്ട ഒപ്പ കരച്ചിൽ വരും. എന്തായാലും കഴിക്കാം. പാപ്പി, നമുക്കൊരു റൈഡ് പോയാലോ? ഓമനക്കുട്ടി, ഈ റൈഡ് കൊള്ളാട്ടല്ലോ. ആക്ച്വലി ഇത് എങ്ങോട്ടാ? പൂനമ്മാവിലെ ഇറച്ചി വെട്ടണ റോബിന്റെ കല്യാണമാണ് നാളെ. എന്ത് ആഘോഷമാണെങ്കിലും തലേന്ന് രാത്രിയാണ് അതിൻ്റെ ഒരു താരം. ഇറച്ചി വെട്ടി മുറിക്കുന്ന പോലാണോ കേക്ക് മുറിക്കുന്നത്? ഞാൻ കടയിലാണെന്ന് ഉറച്ചു. നമ്മളില്ലേ ചേട്ടോ അന്ന് ജങ്കാറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ വെള്ളപ്പൊക്ക സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് വഞ്ചി ഇങ്ങനെ തള്ളി 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 മലത്താണല്ലോ. എന്താണ് പറയുന്നത്? നീ ഒന്ന് പോടാ അവിടുന്ന്. ആ കഥയുടെ ഫ്ലോ കളഞ്ഞു. ആഹാ, എല്ലാരും ഭയങ്കര വർണ്ണശബളമാണല്ലോ. അടിപൊളി. എന്റെ അനിയനാണ് പാപ്പി. അത് മോനാണല്ലേ? അതെ അതെ. മോനാണോ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യണേ? അതെ. ഇടയിൽ അമ്പിയമ്മ കാണുന്നോലൊന്നുമല്ല. 73-ാം വയസ്സിൽ 10ാം ക്ലാസ് പാസ്സായ ആളാ. പേപ്പറിൽ ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. അത് ഇവള് കോപ്പി അടിച്ച് പാസ്സായതല്ലേ? പോയേടി നീ.
മൊബൈലിൽ ചെളിയായെന്നും പറഞ്ഞ് തോട്ടിൽ വെള്ളത്തിൽ കഴിയവളല്ലേടി നീ. വെറുതെ വർത്താനം പറഞ്ഞ സമയം കളണ്ട് ഒരു ഇഷ്ടിക എടുത്ത് തലടിച്ച് വിളിക്കുന്നു. ഇവിടെ ഇഷ്ടിക എടല്ലു എന്താണ് നീ എവിടെയായിരുന്നത്? അടിപൊളിയായിരുന്നട്ടാ, സൂപ്പറാണ്. പുതിയതാണ് ഇത് പാപ്പി. ഇയാളെ ലീവിനാണോ? അതെ അതെ. എടാ മണവാളട്ടാ. കൊള്ളാല്ലേ? ഹലോ, ഞാനിപ്പോ പോരാ. നിങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. അത്തായിട്ട് തുടങ്ങിയ വട പാപ്പി കറി ഒഴിച്ചിരുന്നു തിന്നോടനായിരുന്നു. കൊടലേറി നീ എന്റെ പുറകെ വിളമ്പി വന്നാ മതി. അത് ഞാൻ ഒഴി മോനെ ഇവിടെ ഒഴി. മറ്റേ കിടോട് അവന്റെ വീട്ടിൽ ഞണ്ട് കറിയായതുകൊണ്ട് അവന് വരാൻ മടിയാണ്. എന്റെ വീട്ടില് പിണ്ടിക്കറിയ, പിന്നെ ഞാൻ എന്ത് കിണ്ടിക്ക വീട്ടിലിരിക്കണ. കൈ മാറ്റടാ. എന്താ എത്ര വിഷമം? ഇല്ല, ആ ചെക്കൻ കറി വെച്ചപ്പോ കുറഞ്ഞു പോയി. ചേട്ടാ, ഇതിന്റെ മധ്യഭാഗത്ത് ഒഴിച്ച് കഴിക്കാൻ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടോ? പുറകെ വരുന്നുണ്ട്. ഒരു കിണർ കുഴിച്ചു വെച്ചു. ഇതൊരു തീറ്റ മത്സരമല്ല. കല്യാണ വീട്ടിൽ ഇന്ന് വരെ കേൾക്കാത്ത ഫ്രഷ് തമാശ. ആരാടാ പറഞ്ഞത്? ചേട്ടാ, കുറച്ച് കുടല് കറി. കുടലെന്തിനാ? ഞാൻ നിനക്ക് എന്റെ കരൾ എന്നെ പറിച്ചു തരും. ഹനുമാനായിരുന്നെങ്കിൽ ഞാൻ എന്റെ നെഞ്ചി പിളർത്തി കാണിച്ചു തന്നെ. ഹനുമാന്റെ ഫിഗർ ഒക്കെ ഓക്കെ, പക്ഷേ കഴിവ്. മോൾ കുറച്ച് കുടൽ ഒഴിക്കട്ടെ? വേണ്ട. വേണ്ടേ? വേണോ? എന്താ പേര്? നിഖില. പ്രിയമുള്ളവരെ, ഒരു സന്തോഷ വാർത്ത. ഈ കല്യാണ വീടിനെ അനുസരമാക്കാൻ ശ്രീ ശ്രീ ടെന്നീസ് സെബാസ്റ്റ്യൻ നയിക്കുന്ന കരോക്കെ ഗാനമേള ഉടൻ ആരംഭിക്കുന്നു. പ്രിയമുള്ളവരെ, ആരും പിരിഞ്ഞു പോകരുത്. കരോക്കെ ഗാനമേള ഉടൻ ആരംഭിക്കുന്നു. ഇവിടെ ഈ സമയത്ത് ഇങ്ങനെ ഒരു ചായക്കട ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എടാ, സാധാരണ ചായക്കടയല്ല. രാത്രി വിലയിടുന്ന വള്ളക്കാർക്ക് വേണ്ടി മാത്രം തുറക്കും. വെളുപ്പിന് 4 മണി വരെയൊക്കെ ഉണ്ട്. ഈ ഏഴിക്കാരിലെ മോചന്റെ പുട്ടും കട്ടിപ്പരിപ്പും തിന്നാൻ അങ്ങ് അന്റാർട്ടിക്ക എന്നൊരു ആൾക്കാർ വഞ്ചിയും തൊഴിഞ്ഞ് എത്തി. ഇവരൊക്കെ അനിയനാണ് പാപ്പി. പിടിച്ചോ, പപ്പടം മറന്നു. ലല്ലുവിനെ പോലെ ഉള്ളു തുറന്നൊന്ന് ചിരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഈ പഠിപ്പിലൊന്നും ഒരു കാര്യമില്ല. പഠിപ്പൊക്കെ വേണോടാ, അതൊക്കെ നല്ല. ഒന്നും വെറുതെ അല്ലല്ല. ലല്ലു സ്കൂളിൽ നല്ലോണം പഠിച്ചോണ്ടിരുന്നല്ലേ, പിന്നെ എന്തോ ഇഷ്യൂ ഉണ്ടായപ്പോഴല്ലേ നിർത്തിയേ? എൻ്റെ ക്ലാസ്സിൽ എന്നെക്കാളും നന്നായി പഠിക്കുന്ന ഒരുത്തരുണ്ടായിരുന്നു, ഒരു വിശാൽ. ചെറുപ്പം പോലെ ഞാനും അവനും തമ്മിൽ പഠിക്കണ കാര്യത്തിന് ഭയങ്കര മത്സരം. ഒരു ദിവസം സമയത്തിന് ഫീസ് അടച്ചില്ലെന്നും പറഞ്ഞ് അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ആ മണ്ടനാണെങ്കിൽ അതിൻ്റെ പേരിൽ ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴേക്കാടി. കാശിൻ്റെ പേരിലൊരു ജീവിതം. കാശും പഠിപ്പും തമ്മിൽ എന്താ ബന്ധം? ദൈവങ്ങളുടെ പേരിലാണ് ഈ കണ്ട സ്കൂളും ആശുപത്രികളൊക്കെ. എന്നിട്ട് കഴുത്തറപ്പം കാശും വാങ്ങും. ദൈവത്തെ എന്തിനാണ് നമ്മുടെ കാശ്? അതിനാണോ ലല്ലു പഠിപ്പ് നിർത്തിയേ? ഇനി ആ സ്കൂളിൽ പോകണില്ലെന്ന് ഞാൻ അപ്പനോട് പറഞ്ഞു. അപ്പൻ എന്നെ വഴക്കുറയെന്നാണ് ഞാൻ വിചാരിച്ചത്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ പോകണ്ടാ, നിനക്ക് ശരിയെന്ന് തോന്നുന്നു നീ ചെയ്താൽ മതി എന്ന് അപ്പം പറഞ്ഞു. നോ വേ, നമ്മുടെ അപ്പനോ? പിന്നെ എനിക്ക് വേറെ അപ്പനുണ്ട്. എടാ, നിന്റെ കല്യാണക്കാര്യത്തിന് മാത്രമേ അപ്പനെന്നെ നിർബന്ധിച്ചുള്ളൂ, അറിയോ? അതിനിപ്പോൾ ലല്ലു ധൃതി പിടിക്കണ്ട. ലല്ലുവിന് ഇഷ്ടമുള്ള സ്പാർക്കുള്ള പെണ്ണിനെ ലല്ലു തന്നെ കണ്ടുപിടിച്ച് കിട്ടിയാൽ മതി. ലല്ലു ഹാപ്പി ആയിട്ടിരിക്കും. ഹാപ്പി ആയിരുന്നു ഇന്നലെ വരെ. എന്താടാ? ഒന്നുമില്ല. ലല്ലു, നവോദയയിൽ എൻ്റെ കൂടെ പഠിച്ച അനൂപിൻ്റെ ബ്രദറാണ് മുളവകാട് SI അഭിലാഷ് കരിക്കൻ. എന്നെ കാര്യമായി പുള്ളിക്ക്. ഞാൻ വിളിച്ചു പറയാം, ലല്ലു ഒന്ന് പോയി കണ്ടു നോക്ക്. എന്തെങ്കിലും വഴി പുള്ളി ഉണ്ടാക്കി തരും. അങ്ങോട്ടേക്ക് ഭയങ്കര സൗണ്ട്. പാപ്പി വിളിച്ചായിരുന്നു. ഈ നോർമലി ഒരു പെൺകുട്ടി മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ 3 സാധ്യതകളാണുള്ളത്. മിക്ക കേസിലും അവർ പ്രേമിച്ചിട്ടൊക്കെ ഒളിച്ചോടി പോകുന്നതാണ് കേസുകൾ. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ വീട്ടുകാരെയൊക്കെ ആയിട്ട് വഴക്കിട്ടിട്ട് അങ്ങനെയൊക്കെ പിണങ്ങി പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ മാറി നിൽക്കുന്നവരും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകണം. ഇവിടെ ഈ ദിയ എന്ന് പറയുന്ന പെൺകുട്ടി VKR ഹോസ്പിറ്റലിൽ ഒരു PR ആണ്. പിന്നെ അതുപോലെ വീട്ടിൽ വലിയ സെറ്റപ്പ് ഒന്നുമില്ല. അതുകൊണ്ട് ആ സാധ്യത നമ്മൾ നോക്കണ്ട. ഇതിനൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ട് ആർക്കും കിട്ടാനാണ്. പിന്നെയുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്തെങ്കിലും അഫയർ ഉണ്ടായിരുന്നിരിക്കും, അങ്ങനെ വല്ല ഒളിച്ചോട്ടാൻ പറ്റോ, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാർ, അതിപ്പോൾ നാട്ടിൽ ഏത് പെങ്കൊച്ചിനെ കാണാതെ പോയത് നാട്ടുകാർ ആദ്യം പറയുന്ന കാര്യമാണ്. അയ്യോ, അങ്ങനെയല്ല. ഇതിൽ കൃത്യമായ കാര്യമുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഈ ദിയയുടെ കൂടെ വർക്ക് ചെയ്ത ഒരു നിത്യ ഷേണായി ഉണ്ട്,
ഹോസ്റ്റൽ റൂംമേറ്റൊക്കെയാണ്. പുള്ളിക്കാരത്തിയാണ് അവസാനമായിട്ട് ദിയനെ കണ്ടിട്ടുള്ളത്. അന്ന് ദിയ ഹോസ്റ്റലിലേക്ക് പോവാണെന്നാണ് ഈ നിത്യയോട് പറഞ്ഞത്. പക്ഷേ CCTV വിഷ്വൽസിലൊക്കെ വളരെ ക്ലിയറാണ്, ഈ ഹോസ്റ്റലിലേക്കുള്ള വഴിയിലേക്കല്ല ദിയ പോയിട്ടുള്ളത്. ഹോസ്പിറ്റലിന് പുറകിൽ ഒരു കിഴക്കേ ഗേറ്റ് ഉണ്ടല്ലോ പുറ സൈഡിൽ, അതിലെയാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു കൺഫർമേഷനിലേക്ക് എത്തിയത്. സാറേ ഈ നിത്യയുടെ നമ്പർ ഇട്ട് എന്തെങ്കിലും വേണം? അതങ്ങനെ ഇതൊക്കെ ഒരുപാട് ഒഫീഷ്യൽ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളല്ലേ. സാർ റൂംമേറ്റ് സാറേ, മറ്റേ കൊച്ചിനെ കുറിച്ച് അറിയാൻ വേണ്ടി മാത്രം. സാർ എന്താണ് സാർ, പ്ലീസ് സാർ പ്ലീസ്. എന്താണ് അസ്ഥിക്ക് പിടിച്ചല്ലേ? അതല്ല, കുഴപ്പമില്ല, സ്റ്റേഷനിലേക്ക് വന്നാൽ മതി, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ആയിക്കോട്ടെ സാർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ശരി. ഹലോ, എവിടെയാണ്? ഞാൻ ഈ പാർക്കിൽ തന്നെ ഉണ്ട്. പോയ കാര്യം എന്തായി? ദിയയുടെ കൂട്ടുകാരുടെ ഫോൺ നമ്പർ കിട്ടി, വിളിച്ചിട്ട് എടുക്കണില്ല. ഞാനേ നേരെ ആശുപത്രിയിലേക്ക് ചെല്ലണം. നീ ചെല്ലട മുത്തേ. അപ്പൊ ഓമനെ കുട്ടി, എന്റെ മുട്ടിനകത്ത് പുണ്യാളാ. തിയേറ്ററിലൊക്കെ പോയി ആരെങ്കിലും പരിചയക്കാരൊക്കെ കാണും? അതൊന്നും കാണുന്നില്ലടി. ഞാനെങ്ങൂല്ല, എനിക്ക് പേടിയാണ്. നീ എന്തിനു പേടിക്കുന്നത്? പിന്നെ അപ്പ എന്നോട് ക്ഷമിക്കപ്പ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പ. ആദ്യമായിട്ടാ ഞാൻ അവിടെ പോയത്. ഇനി ഞാൻ അവനെ കാണില്ല അപ്പ. അപ്പന് ഇഷ്ടമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യൂല അപ്പ. എന്നോടൊന്ന് മിണ്ടപ്പ, എന്നെ ഒന്ന് ചീത്ത പറയുകയും ചെയ്യപ്പ. അവിടെ വന്നിരിക്കുന്ന ഓരോ കുടയുടെ തണലിലും മക്കളെ പഠിപ്പിക്കാൻ അച്ഛനമ്മമാർക്ക് കൊള്ളുന്ന വെയിലിന്റെ ചൂടുണ്ട്. അവർക്ക് നിങ്ങളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതൊക്കെ മക്കളൊന്ന് ഓർത്താ കൊള്ളാം. അപ്പനോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ദേഷ്യമൊന്നുമില്ല. പോയിരുന്നു പഠിക്ക്. സപ്ലി ഒരുപാട് എഴുതാനുള്ളതല്ലേ. ചെല്. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. എന്താണ് നീക്കിനെ എങ്ങോട്ട് ഓടും? എന്താ കാര്യമൊന്നും അറിയില്ല. അവന് ഓർഡർ പഞ്ചറിട്ട് ഞങ്ങളൊന്നും ഓടി വന്നാ. എന്തൊന്നും സ്ഥല കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഓടൂല. മിണ്ടാണ്ടിരിടാ. എന്താ കാര്യം? എന്താ ദിയുടെ കൂട്ടുകാരനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയി, പക്ഷെ ആളവിടെ ഉണ്ടായിരുന്നില്ല. നമുക്കൊന്ന് അവിടെ ഹോസ്റ്റലിൽ വരെ പോയാലോ? ഈ സമയത്ത് എടാ മണ്ടത് ലേഡീസ് ഹോസ്റ്റലാണ്. അവിടെ കൃത്യം 6:55 ഗേറ്റ് അടക്കും. ഈ ഞാൻ തന്നെ എത്ര പ്രാവശ്യം ഹോസ്റ്റലിലെ ഫ്രണ്ടിൽ നിരാശ ബാധിച്ച ഹതാശനായിട്ട് കാത്തുനിന്നറിയോ? ആയതിനാൽ എടാ ഗേറ്റ് അടച്ചാൽ നമ്മൾ മധുരയാണ്. പ്രേമത്തിന് കണ്ണു മൂക്കൊന്നുമില്ല. പക്ഷെ അവിടുത്തെ സെക്യൂരിറ്റിക്ക് കയ്യും കാലൊക്കെ ഉണ്ട്, അത് ഓർമ്മയാണ്. പഴയ കാലൊന്നുമല്ല, ലേഡീസ് ഹോസ്റ്റലാ. ആരെങ്കിലും കണ്ടാലേ ഭീകര ഇടിയും കിട്ടും, മാറി നനയും ചെയ്യും. സ്നേഹിച്ചു പോയില്ല ഏട്ടാ, ധൈര്യം കാണിക്കാതിരിക്കാൻ പറ്റൂ. അപ്പോ നമ്മൾ ഇന്ന് ഹോസ്റ്റലിൽ കയറുന്നു. കെട്ടിക്കാൻ പ്രായമുള്ള മോളുള്ളതാ. പോലീസുകാരന്റെ ബൂട്ടിന്റെ ടാറ്റു എന്റെ നെഞ്ച തൊട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ പാഞ്ചുകൂടെ മഞ്ഞില്ല. എടാ നാളെ പോയ പോരടാ. വെക്കി നീയാ കുഞ്ഞിനാൾ മുതലേ ചാവരുന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയ. ചാവാൻ പറഞ്ഞ ചാവാനും കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലാനും കൂടെ നിന്നിട്ടേ ഉള്ളൂ. എന്തിനാന്ന് പോലും ചോദിച്ചിട്ടില്ല. പക്ഷെ ഇതിന്നൊന്നും ഒഴിവാക്കി തരും. കഴിഞ്ഞ പ്രാവശ്യം ഇടി കൊണ്ടിട്ട് കൈയൊക്കെ ശരിയായി വന്നോളൂ. വേണ്ട, ഒരുത്തരം വരണ്ട, ഞാൻ ഒറ്റക്ക് പോക്കോളാം. വേറെ ആരൊക്കെയില്ലെങ്കിലും ഞാനുണ്ട്, നിന്നെ ഞാൻ വഴി കാണിക്കാം. അപ്പൊ ഇവനാര് വഴി കാണിക്കും? നിങ്ങളൊക്കെ എന്തിനു വരട്ടെ അല്ലേ? പണ്ടേ ദുർബല, ഇപ്പോഴോ ഗർഭിണി. അതിഭീകരനായ ഒരു സെക്യൂരിറ്റി അവിടെ നിൽപ്പുണ്ടല്ലേ? അത് നീ എങ്ങനെ കണ്ടു? നിന്റെ നെഞ്ചിലും മരട് വെടിക്കിട്ട് കിടക്കണ എനിക്ക് ഇവിടെ കേൾക്കാം. ഞാൻ പോവും. ഇതാരാണ് ഈ സമയത്ത് ഇയാളെ കൊണ്ട്? എന്താണ്? എടാ ലല്ലു, വല്ല കുഴപ്പമുണ്ടോ? ഞങ്ങൾ വന്നോ? ഇവിടം വരെ വരാനറിയാമെങ്കിലേ ഇതിനകത്തേക്ക് കയറാൻ ഞങ്ങൾക്ക് അറിയാം. ഓ ഞങ്ങൾ ഒറ്റക്കങ്ങ് ഉണ്ടാക്കിക്കോളാം. ഓ
എന്താ പറഞ്ഞ? ഞങ്ങൾ ഒറ്റക്കുണ്ടാക്കിക്കൊള്ളാമെന്ന്. പാഞ്ചിക്കുട്ടനാണ് അപ്പൊ 5 കിലോ കളിക്കട്ടാ. പുള്ളിക്കിട്ട് ഒരെണ്ണം കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. എന്താണ് വനിതാ മതില? വനിതാ ഹോസ്റ്റലായോണ്ട് ഞാനും കൂടി കേറിട്ട് ചാടിയാ മതി കേട്ടാ. ആരുമില്ല. ചാടിക്കോ. എത്ര പെട്ടെന്ന് അല്ലോ എവിടെയാണ്? എടാ കബീഷേ, അപ്പുറത്തോട്ടല്ല ഇപ്പുറത്തോട്ട്. എടാ അപ്പുറം ഇപ്പുറം അങ്ങാടിങ്ങാട് അത് ഇത് എന്നൊക്കെ പറഞ്ഞ എനിക്ക് എല്ലാടും ഒരേ പോലെയല്ലേ കൂറ്റാക്കൂരിട്ട്. കുഴപ്പമുണ്ടാ? നിന്നോട് ഒറ്റ കയറിയാലേ അതിലും വലിയ കുഴപ്പം. നീ ചാടി. അപ്പുറത്ത് ചാണാക്കുഴിയൊന്നും ഇല്ല. ചാണാക്കുഴി അല്ല, സിനിമയിലൊക്കെ ഇങ്ങനെ മതിലാടുമ്പോ അപ്പുറത്ത് ചാണാക്കുഴി ആയിരിക്കുമല്ലോ. നിക്ക് നിക്ക്. ചാടാ ഷുപ്പാണ്ടി. ചക്ക വീണിട്ടുണ്ട്. ഞാൻ നിന്നൊരു മരത്തിനടുത്താണ് നിർത്തിയേക്കണം. ആരെങ്കിലും വന്നാ നീ ഇതിന്റെ പുറകിൽ പാത്തിരുന്നു കേട്ടാ. അപ്പൊ ഞാൻ വരണ്ടേ? എടാ നീ തിരിയണത് പോലും ഓപ്പോസിറ്റ് ആണ്. നീ ഇവിടെ നിന്നാ മതി, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. കേറിക്കോ. ആരും വന്നാ ഞാൻ പറയാം. അതിന് നീ അവരെങ്ങനെ കാണും? അല്ല, ആരെങ്കിലും വന്നാ അവരെന്നെ കാണുമല്ലോ. അവരോട് ചോദിക്കൂലേ നീ ഇവിടെ ഒന്ന് അടങ്ങി നിന്നാ മതി. സേഫ് അല്ല. ഓഫീസിന് ട്രിപ്പ് പോവാന്നൊക്കെ പറയണ്ട്. ഇതാരാ തുറന്നിട്ട്? എനിക്കറിയില്ല. പണി പാടി. ഹലോ. എടാ ഞാൻ കേറി മുറി ആരാണ്ട് പുറത്തുനിന്ന് കൂട്ടി. അയ്യോ, നീ ഒച്ച ഉണ്ടാക്കണ്ട, ഒന്ന് തുറന്നു തന്നാ മതി. എടാ ഞാൻ എങ്ങനെ വരാനാണ്? എടാ നിന്നെ നിർത്തിയടത്തുനിന്ന് സ്റ്റെപ്പ് കയറി ഇടത്തോട്ട് തിരിഞ്ഞ് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് അവസാനത്തെ മുറി. അയ്യോ, ഞാൻ അവിടെ നിന്ന് കുറച്ചിങ്ങാട്ടൊന്ന് മാറിയായിരുന്നു. 1.5 കിലോമീറ്റർ പോകുന്നു. 1.5 കിലോമീറ്റർ? എങ്ങോട്ട്? അതെനിക്കറിയാൻ പാടില്ല. എന്തായാലും നല്ല ഇരുട്ടത്താണ് വന്ന് നിക്കണത്. ഹലോ ഹലോ. ഷേടാ, നാണം കിട്ടാ പാഞ്ചിക്കുട്ടി വിളിക്കേണ്ടി വരും രക്ഷിക്കാൻ. പാഞ്ചിക്കുട്ടി പാഞ്ചിക്കുട്ടി എന്താണാവോ? പാഞ്ചിക്കുട്ട, ഞാനിവിടെ ലോക്കായി, ഒന്ന് വരാൻ പറ്റൂ? അപ്പൊ ഒറ്റക്കുണ്ടാക്കിയോളാന്ന് പറഞ്ഞിട്ട് വേറെ വഴിയില്ലെന്നേ, പ്ലീസ് ഒന്ന് വരൂ. മോനെ, അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. അവന്മാരവിടെ ലോക്കായെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അർജന്റ് ഒരു ആംബുലൻസ് വിളിച്ചു പറ. ജനറൽ ആശുപത്രിയിൽ 2 ബെഡ് ബുക്കേ. ഒടുവിനും ചതവിനും പ്ലാസ്റ്റർ ഇടാൻ എത്ര രൂപയാണെന്ന് ചോദിക്കേ. അതെന്തിനാ? നമ്മൾ അവിടെ എത്തുന്നതിന് മുൻപ് അവന്മാർക്ക് മേനക്കിടിയുള്ള സാധ്യതയുണ്ട്. ഒരു സേഫ്റ്റിക്ക് ഓൾ സെറ്റ്. മിഷൻ സ്റ്റാർട്ട് നൗ. മതിൽ ചാടി ചാടിയ നേരെ വരുമ്പോ ഒരു പൈപ്പ് കാണും. ഇവിടെ ആരും കാണാനല്ലോ. കണ്ട് 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 കണ്ട്. എവിടെ പെണ്ണുങ്ങൾ? ഞാൻ കാണുന്നില്ലല്ലോ. പെണ്ണുങ്ങളല്ല. പറയ്. പൈപ്പിന്റെ അവിടെ മുന്നോട്ട് വരുമ്പോ സ്റ്റെപ്പ് കാണും.
സ്റ്റെപ്പ് ഉണ്ട്, അതിലെ കേറി വാ. എന്തു മജൂടാ കേറി വരുമ്പോ അവിടെ കർത്താവിന്റെ പടം വെച്ചേക്കണ ഇവിടെ ആരുമില്ല. അവിടെ നിന്ന് എടുത്തോട്ട് തിരിഞ്ഞ് വീണ്ടും എടുത്തോട്ട് തിരിഞ്ഞ് അവസാനത്തെ മുറി കാണാ കൊണ്ട് പറയാണ്ട് കർത്താവിന്റെ അങ്ങാട്ടാ ഇങ്ങാട്ടാ, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങാട്ടാ, എങ്ങോട്ട്? നേരെ അറ്റത്തു. ഓപ്പറേഷൻ ഓപ്പറേഷൻ. ശ്രദ്ധിച്ചു. ഇവിടെ ഇരുട്ടാണല്ലോ. എവിടെയാടാ മോനെ? ലല്ലോ ഹോസ്റ്റല് ചെറുതായിട്ട് മാറിയോ എന്നൊരു സംശയം. പ്രിയമുള്ള കഞ്ചാവ് സുഹൃത്തുക്കളെ, ചെറിയൊരു തിരുത്തണ്ടേ. അതായത് ഈ ലേഡീസ് ഹോസ്റ്റലാണ് തെറ്റിദ്ധരിച്ചിട്ട് ബോയ്സ് ഹോസ്റ്റലിൽ കയറിയ 2 ചെറുപ്പക്കാർ. മതി മതി, ഡോറടക്ക്. ഓ, അവർക്കൊരു ശല്യമാകണ്ട, പോയേക്കാം. പുറത്തുനിന്നല്ല, അകത്തുനിന്ന്. ഞങ്ങള് വലിക്കാറില്ല. വലിപ്പിക്കാം. കൈ ഒടിഞ്ഞതുപോലെയല്ല കണങ്കാലിന്റെ ലിഗമെന്റ് പൊട്ടിയാൽ മിനിമം 2 years എങ്കിലും എടുക്കും ഈ കാലൊന്ന് നിലത്ത് കൂത്താൻ. സോ ബി കെയർഫുൾ. താങ്ക് യു ഡോക്ടർ. അടുത്തേക്ക് അവർ സൽക്കാരം തുടങ്ങട്ടെ. ഇവിടെ ഒരു മനുഷ്യനില്ലടാ. ആ നമുക്ക് ആ പെൺകുച്ചിന്റെ റൂം പിടിക്കാന്ന്. എടാ, ആറ്റുകാൽ പൊങ്കാലക്കുള്ള അത്രയും പെമ്പിളേരുണ്ട് ഇവിടെ. ഞാൻ കണ്ടില്ല. മുട്ട നീന്തിക്ക് പുറകെ ആളുണ്ട്. എനിക്ക് നീന്താൻ അറിയാൻ പാടില്ല. അയ്യോ, വഴി തീർന്ന്. ഇവര് എന്തൊക്കെ ഇറങ്ങിട്ട് കാണിക്കണത്. തീയുടെ